ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്കായ ഇറച്ചി ഒലത്തിയെടുത്തതാണ്. അപ്പോൾ കക്കായ ഇറച്ചി പൊതുവെ കറി പോലെ വയ്ക്കാറുണ്ട് ചിലർ, പിന്നെ ഫ്രൈ ആക്കി നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാറുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ ഡീപ്പ് ഫ്രൈ ആകത്തില്ല, കുറച്ചൊരു എന്താ പറയുക, ഫ്രൈ ആണ്, പക്ഷേ എന്താ പറയുക, കുറച്ചൊരു സോഫ്റ്റ്നെസ് എനിക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ കക്കയുടെ ടേസ്റ്റ് അറിയാതെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീപ്പ് ഫ്രൈ ആക്കത്തില്ല. നമ്മളിങ്ങനെ ഒലത്തിയെടുക്കുക എന്ന് പറയത്തില്ലേ, നമ്മൾ ബീഫൊക്കെ ഒലത്തിയെടുക്കുന്നത് അതേ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇടത്തരം കക്കയാണ്. അതെല്ലാം ഞാൻ വേസ്റ്റെല്ലാം കളഞ്ഞ് നല്ലോണം കഴുകി എടുത്താണ്, ഞെക്കി പിഴിഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പെപ്പറും ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് ഒരു വിസിലടുപ്പിക്കണം. ഒരുപാട് അടുപ്പിക്കരുത്. ഞാൻ വെള്ളം എക്സ്ട്രാ ഒഴിക്കുന്നില്ല, കാരണം കക്കായ്ക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഒഴിക്കുന്നില്ല. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക ഒരു വിസിലടുപ്പിച്ച ശേഷം. അതിന് ശേഷം ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകവും കൂടെ ഇടുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, കറിവേപ്പില, പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് എരിവ് ഒരുപാട് വേണം. എനിക്കങ്ങനെ ഒരുപാട് എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല, ഇഞ്ചി കൂടുതലായിട്ട് ഇട്ടു, കാരണം കക്കയ്ക്ക് ഗ്യാസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി കുറച്ച് കൂടുതലിടണം. അപ്പോൾ ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി, കാരണം പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ. പിന്നെ ഇത്തിരി ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഞാൻ ഓൾറെഡി കക്കായ്ക്ക് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് അല്പം ഉപ്പ് ഇതിനകത്തോട്ട് ഇടുന്നുള്ളൂ. പിന്നെ നമ്മുടെ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് ഈ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കുക. നല്ലോണം മൂത്ത് നല്ല ബ്രൗണിഷ് കളറാകുമ്പോൾ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഗരം മസാല. ഞാൻ അല്പം, എനിക്ക് കണക്ക് പറയാൻ കറക്റ്റ് അറിയില്ല, കാരണം ഞാൻ എൻ്റെ ഒരു കൈയളവിനാണ് എല്ലാം ഇടുന്നത്. പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ടു. മല്ലിപ്പൊടി കൂടുതലായിട്ടിടും, കാരണം നമുക്ക് പൊടി മറ്റേതിൻ്റെയൊക്കെ ഫ്ലേവർ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതലിടും. പിന്നെ കാശ്മീരി ചില്ലി, ഒരുപാട് എരിവ് ആവശ്യമില്ല, അതുകൊണ്ട് 2 മുളക് പൊടി ഞാൻ ഇടും. നോർമൽ എരിവുള്ളതും ഇടും, കുറച്ച് കാശ്മീരിയും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പൊടിയൊന്ന് മൂത്ത് വരുന്ന, ഒരു കരിഞ്ഞു പോലെ മൂത്ത് വരുന്ന ഒരു ടൈം ആകുമ്പോഴത്തേന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കക്കായിലോട്ട് നമ്മൾ ഈ മസാലയെല്ലാം പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് അതൊരു 15 മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഓൾറെഡി കക്ക വെന്തതാണ്, എങ്കിലും ഈ പൊടികളെല്ലാം അതിനുള്ളിലേക്ക് കയറാനും ഉപ്പൊക്കെ എല്ലാ സൈഡിലേക്ക് ആകാനായിട്ട് നമ്മളൊരു 15 മിനിറ്റ് അങ്ങനെ മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്തിട്ട കറികളൊക്കെ എല്ലാം അടിപൊളിയായിരിക്കും. നമ്മൾ നോൺ വെജിലൊക്കെ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ തേങ്ങാക്കൊത്ത് കറുത്ത രീതിയിലാക്കത്തില്ല, കുറച്ചൊന്ന് ബ്രൗണിഷ് കളറാകുമ്പോൾ ഞാൻ എടുത്ത് മാറ്റും. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം എന്താണെന്ന് വെച്ചാൽ അത് ഓപ്ഷണലാണ്. ഇതേപോലെ മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഞാൻ എന്തായാലും കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നുകൊണ്ട് അത് ഇടുന്നുണ്ട്. പിന്നെ അതൊന്ന് ഇട്ട് കഴിയുമ്പോൾ മൊത്തത്തിലൊരു പച്ചച്ചോയ ആകുമല്ലോ, കാരണം ക്യാപ്സിക്കം പച്ചയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ അത് വേവാനുള്ള കുറച്ച് സമയം വേണം. വേവെന്ന് വെച്ചാൽ ഒന്ന് വാടുന്ന ടൈം, ആ ടൈം വരെ നമ്മൾ വീണ്ടും ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കിയ ശേഷം തേങ്ങാക്കൊത്തും ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കും. ഒരു 10 മിനിറ്റും കൂടെ ഇരുന്നോട്ടെ ചെറുതീയിൽ. പിന്നെ തേങ്ങാക്കൊത്തിൻ്റെ ആ ലാസ്റ്റ് എണ്ണയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കുകയൊന്നുമില്ല, അതങ്ങനെ ഇരുന്ന് കുറച്ചൊന്ന് വെന്തോളും. ഒരു 10 മിനിറ്റത്തെ വേവ് കഴിഞ്ഞാൽ നമ്മുടെ കക്കായ ഇറച്ചി ഒലത്തിയത് റെഡിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കാൽസ്യം ഉള്ള ഫുഡാണ്, അതേപോലെ ഗ്യാസ് പെട്ടെന്ന് ഫോം ചെയ്യുന്നൊരു ഫുഡാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഏറെ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇഞ്ചി എത്ര ഇടാം അത്ര ഇടുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലക്കാട് വന്ന ശേഷം ഞാനങ്ങനെ അധികം കക്ക കഴിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ കിട്ടാനില്ല. ഇപ്പോൾ ലുലു മാളിൽ പോകുമ്പോൾ മാത്രമാണ് ഞങ്ങളങ്ങനെ കക്ക വാങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫുഡാണ്, നമ്മുടെ ഹെൽത്തിന് നല്ല ഫുഡാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.